പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2020 ഒക്ടോബർ മാസം 12-ാം തീയതി തിങ്കളാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിന് മഹത്വം കൊടുക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ നമ്മുടെ പിതാവ് നമുക്ക് തന്നിരിക്കുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞു. സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ, സ്തോത്രം. രാത്രിയിൽ നമുക്ക് കർത്താവ് നല്ല ഉറക്കം തന്നു. ആമേൻ. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഉണരുവാൻ നമ്മുടെ കർത്താവ് നമ്മളെ സഹായിച്ചു. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നുമിരിക്കും. നമ്മൾ ഉണർന്നതിന് യാതൊരു ക്രെഡിറ്റും നമുക്ക് പറയുവാനില്ല. നമ്മുടെ കർത്താവ് നമ്മളെ ഉണർത്തിയതാണ് എന്ന ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. ആ കരങ്ങളെ ഉയർത്തിയിട്ട് രാത്രി തന്ന ഉറക്കത്തിനായിട്ടും രാവിലെ കർത്താവ് നമ്മളെ ഉണർത്തിയതിനായിട്ടും ഒന്ന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം പിതാവേ, സ്തോത്രം 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 പിതാവേ, സ്തോത്രം. ഈ പകൽക്കാലം നമ്മളെ അത്ഭുതകരമായി നടത്തുന്ന കർത്താവിന് നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ട്. അതെ, ജയകരമായി ആമേൻ പ്രതിസന്ധികളെയും പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും ഒക്കെ നടുവിൽ നമ്മളെ ജയകരമായി നടത്തുന്ന നമ്മുടെ കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ പ്രഭാതി സ്തോത്രം പറഞ്ഞാട്ട്. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. ആമേൻ. കൈകളൊക്കെ ഒന്ന് ഉയർത്തി ഒരിക്കലൂടെ കർത്താവിന് സ്തോത്രം പറഞ്ഞ്, കൈകൾ അടിക്കാൻ പറ്റുന്നവർ കൈകൾ അടിച്ചിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട്. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. സങ്കീർത്തനങ്ങൾ 30 ആമേൻ ദാവീദിന്റെ സങ്കീർത്തനമാണ്. അതിനകത്ത് ആരംഭ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞു: എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ അങ്ങ് ഇടയാക്കിയതുമില്ല. എത്ര പേർ അനുഭവമാണ്? എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ അങ്ങ് ഇടയാക്കിയതുമില്ല. ഹല്ലേലൂയ. ആമേൻ. രണ്ടാം ഭാഗം പറഞ്ഞു: എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ അങ്ങയോട് നിലവിളിച്ചു, അങ്ങ് എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഏത് കഷ്ടതയുടെ നടുവിൽ നിന്ന് വിളിച്ചാലും അതിനകത്ത് നമ്മളെ വിടുവിച്ച് നമ്മളെ രക്ഷിക്കുന്ന നമ്മുടെ കർത്താവിനെ കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. പിന്നെ 4-ാമത്തെ ഭാഗം പറയുന്നു: യഹോവയുടെ വിശുദ്ധന്മാരെ, അവന് സ്തുതി പാടുവീൻ, അവൻ്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവീൻ. അപ്പം എന്താ ചെയ്യാനാ പറയുന്നത്? യഹോവയുടെ വിശുദ്ധന്മാരെ നമ്മൾ എന്ത് ചെയ്യണം? അവന് സ്തുതി പാടണം. ഈ പ്രഭാതത്തിൽ കർത്താവിന് സ്തോത്രം പറയുന്നവരായിരിക്കണം. അവൻ സന്തോഷത്തോടെ നിങ്ങളുടെ അധരങ്ങളെ തുറന്ന് വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവീൻ. ശബ്ദമുയർത്തി ഒരു സ്തോത്രം പറഞ്ഞ് ശബ്ദമുയർത്തി പറ. കാരണം നിങ്ങൾ മിണ്ടാതിരിക്കുന്നത്, നിങ്ങൾ ഈ മൗനമായിരിക്കുന്നത് ദൈവഹിതമല്ല. മൗനമായിരിക്കേണ്ട സമയങ്ങൾ കർത്താവ് പറയും, അന്നേരം മൗനമായിരിക്കുക. സ്തുതിക്കാൻ പറയുന്ന സമയത്ത് അധരം തുറന്ന് സ്തോത്രം പറഞ്ഞു. 5-ാം ഭാഗം പറയുന്നു: അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ. ആമേൻ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം. അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സ്തോത്രം. കർത്താവിൻ്റെ കോപം എത്ര നേരത്തേക്കേ ഉള്ളൂ? ക്ഷണനേരത്തേക്കേ ഉള്ളൂ. അപ്പനും മക്കളോടൊക്കെയുള്ള ദേഷ്യം തോന്നില്ലേ? ആമേൻ. നമുക്ക് ചിലപ്പം പിള്ളേരോട് ദേഷ്യം വരും, നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടും. പക്ഷെ നമുക്ക് ആ ദേഷ്യം നമ്മൾ വെച്ചുകൊണ്ടിരിക്കാറില്ല. പിള്ളേർക്ക് ചിലപ്പം തോന്നിയെന്നിരിക്കും, പക്ഷെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പെട്ടെന്ന് പിള്ളേരോട് കയറി ഇണങ്ങും. ആമേൻ. ഇതുപോലെ നമുക്ക് അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, എന്നാൽ അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. കരമുയർത്തി കർത്താവിന് നന്ദിയോടെ സ്തോത്രം പറഞ്ഞ് ഇനി 10, 11, 12 വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യഹോവേ, കേൾക്കണമേ, എന്നോട് കരുണയുണ്ടാകണമേ. യഹോവേ, എന്നെ രക്ഷകനായിരിക്കണമേ. അങ്ങ് എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു. ആമേൻ. എൻ്റെ രട്ട് അങ്ങ് അഴിച്ചു, എന്നെ സന്തോഷം ഒടിപ്പിച്ചിരിക്കും. ഇന്ന് പ്രഭാതത്തിൽ ഇതൊരു പ്രോഫറ്റിക്കൽ ദൂതായിട്ട് എടുത്താട്ടെ. ഇന്ന് നിങ്ങൾ വിലാപത്തിൽ ഇരിക്കുകയാണോ? നിങ്ങൾ രട്ടെടുത്തിരിക്കുന്ന അവസ്ഥയാണോ? അല്ലെങ്കിൽ ദുഃഖത്തിലിരിക്കുന്ന അവസ്ഥയാണോ? നിങ്ങളുടെ വിലാപത്തെ മാറ്റി നൃത്തമാക്കി തീർക്കുന്ന ദിവസമായി യേശുവിൻ്റെ നാമത്തിൽ ഈ ദിവസം മാറട്ടെ. ആമേൻ. ആമേൻ. നിങ്ങളുടെ രട്ടഴിച്ച് നിങ്ങളെ സന്തോഷം ഒടിപ്പിക്കുന്ന ദിവസമായി ഇന്നത്തെ പകൽക്കാലം മാറട്ടെ. അതെ, യേശുവിൻ്റെ നാമത്തിൽ എല്ലാ വിലാപങ്ങളും എല്ലാ രട്ടും മാറട്ടെ. വിലാപങ്ങൾ നൃത്തമായി തീരട്ടെ. രട്ട് സന്തോഷമായി യേശുവിൻ്റെ നാമത്തിൽ തീരട്ടെ. അതിൻ്റെ അവസാന ഭാഗം പറഞ്ഞു: ഞാൻ മൗനമായിരിക്കാതെ അങ്ങേക്ക് സ്തുതി പാടേണ്ടത് തന്നെ. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ എന്നേക്കും അങ്ങേക്ക് സ്തോത്രം ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിലാപത്തെ അവൻ എന്തിനാ മാറ്റിയത്? നമ്മുടെ രട്ടിനെ എന്തിനാ അഴിച്ചത്? അവന് സ്തുതി പാടുവാൻ. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ വിശ്വാസത്തോടെ പറ: എൻ്റെ കർത്താവിൻ്റെ വിലാപത്തെ മാറ്റിയിരിക്കുക, എൻ്റെ രട്ട് അവൻ അഴിച്ചിരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ മൗനമായിരിക്കത്തില്ല, ഞാൻ എൻ്റെ കർത്താവിന് സ്തോത്രം പറയും. എല്ലാവരും ചോദിക്കും, എന്തോ ഇത്ര സന്തോഷം? ഉടനെ പറയും, എൻ്റെ വിലാപത്തെ അവൻ നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ട് അവൻ അഴിച്ച് എന്നെ സന്തോഷം ഒടിപ്പിച്ചിരിക്കുന്നു. ഇന്ന് പകൽ 2020 ഒക്ടോബർ മാസം ആമേൻ 12-ാം തീയതി ചില വിലാപങ്ങൾ
യേശുവിൻ്റെ നാമത്തിൽ ചില ഭവനങ്ങൾക്കകത്തുനിന്ന് മാറിപ്പോവുകയാണ്. നിങ്ങളുടെ ഭവനം നൃത്തത്തോടെ ദൈവത്തെ ആരാധിക്കുന്ന ഭവനമായി മാറുക. ചില രട്ടുകൾ യേശുവിൻ നാമത്തിൽ മാറിപ്പോവുക. എന്നിട്ടോ അവൻ നിങ്ങളുടെ ഭവനത്തിനകത്ത് സന്തോഷം ഒടുപ്പിക്കുക. ഇന്ന് പൽക്കാലം കരങ്ങളെ ഉയർത്തി കർത്താവിന് ഒന്നുകൂടെ സ്തോത്രം പറഞ്ഞ് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ട് നമ്മളിങ്ങനെ ഒരു പ്രോഫസി നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ വിശ്വാസത്തോടെ ആമീൻ പറഞ്ഞു. അതെ, എൻ്റെ ജീവിതത്തിൽ നാളുകളായുള്ള വിലാപം മാറാൻ പോവുക, എൻ്റെ ജീവിതത്തിൽ നാളുകളായുള്ള ദുഃഖങ്ങൾ മാറാൻ പോകും എന്ന് പറഞ്ഞ് നമ്മൾ കർത്താവിനെ സ്തുതിക്കണം, കർത്താവിനെ ആരാധിക്കണം. അവൻ ഒരുപക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിലായിരിക്കാം നിങ്ങളുടെ ഉള്ളിൽ വിലാപം വന്നത്, ദുഃഖം വന്നത്. ഒരുപക്ഷെ സാമ്പത്തിക വിഷയത്തിലായിരിക്കാം, ഏത് വിഷയത്തിലായിക്കോട്ടെ. എന്നാൽ ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ ആ വിലാപം നൃത്തമായി തീരട്ടെ. ആ രട്ട് ആമേൻ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. സന്തോഷം ആ ഭവനത്തിനകത്ത് നിറയട്ടെ. കർത്താവേ, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്ന കർത്താവേ, ആമേൻ. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയ കൃപകൾക്കായി സ്തോത്രം. രാത്രി തന്ന നല്ല ഉറക്കത്തിനായിട്ട് സ്തോത്രം. ഈ പകൽക്കാലം ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്നതിന് കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ആവശ്യങ്ങൾ ദൈവത്തിൻ്റെ അത്ഭുതകരം ഇന്ന് പകൽക്കാലം ആമേൻ പ്രവർത്തിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. രോഗത്താൽ ഭാരപ്പെടുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യത്തിൻ്റെ കരം ചലിച്ചിരിക്കുന്നതിനായി സ്തോത്രം. ദൈവപ്രവൃത്തി നടക്കുന്നതിനായിട്ട് സ്തോത്രം. ആരോഗ്യം വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം. ആയുസ് യേശുവിൻ്റെ നാമത്തിൽ കൊടുത്ത് അനുഗ്രഹിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവേ, ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ശാരീരികമായി ബുദ്ധിമുട്ടിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രതിയാൽ പനിയാൽ ഭാരപ്പെടുന്നവരുണ്ട്. ആമേൻ ശാരീരികമായി ജനറലായിട്ട് ബോഡി വീക്കായി ബുദ്ധിമുട്ട് ഇരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. അവർക്കൊക്കെ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ബ്ലഡിനകത്ത് കൊളസ്ട്രോൾ ലെവൽ കൂടി, ട്രൈഗ്ലിസറൈഡ് ലെവലൊക്കെ കൂടി ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നെക്സ്റ്റ് ടെസ്റ്റ് എല്ലാം നോർമൽ എന്ന് കാണുവാൻ തക്കണം. സ്വർഗത്തിലെ ദൈവം തന്റെ കരം നീട്ടിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ബ്ലഡ് വർക്കുകളും നോർമലായി തീർന്നതിനായിട്ട് സ്തോത്രം ചെയ്തു. അതുപോലെ തന്നെ കർത്താവെ, അങ്ങയുടെ കൃപയ്ക്കായിട്ട് സ്തോത്രം. എല്ലാ അസിഡിറ്റിയുടെ ബുദ്ധിമുട്ടുകളും എല്ലാ ഗ്യാസ്ട്രിക് പ്രോബ്ലംസും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമായിരിക്കുന്നതിന് സ്തോത്രം. എല്ലാ അസിഡിറ്റിയും ഗ്യാസ്ട്രിക് ട്രബിളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. തലയ്ക്കുണ്ടാകുന്ന കറക്കം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ തലകറക്കം ആമേൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവേ, സാമ്പത്തിക വിഷയങ്ങൾ വിടുതൽ കൊടുക്കണം. ജോലി ഭാരങ്ങൾ നിന്റെ കുഞ്ഞുങ്ങളെ വിടുവിക്കണം. ആമേൻ. ഈ പകൽക്കാലം തൻ്റെ കുഞ്ഞുങ്ങൾ എന്ത് വിഷയത്തിൽ ഭാരപ്പെടുന്നു അപ്പം ഞങ്ങൾ ഒരുമിച്ച് അവരോട് ചേർന്ന് പ്രാർത്ഥിക്കുക. അപ്പം ഞങ്ങൾക്ക് ഒരു പക്ഷേ അറിയത്തില്ല, പക്ഷെ അങ്ങേക്കറിയാം. ആ വിഷയത്തിൻ്റെ മേൽ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടന്നിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവ് തൻ്റെ കുഞ്ഞുങ്ങളെ മാനിച്ചതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മൾ തുടർന്ന് ദൈവവചനം കേൾക്കാൻ പോവുകയാണ്. ആമേൻ. ഇന്നലെ നമ്മൾ കേട്ടത് ഹൃദയശുദ്ധിയുള്ള മനുഷ്യർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ആമേൻ. ഓരോ ദിവസവും കേൾക്കുന്ന വചനം ഒരു ദിവസത്തേക്കുള്ളതല്ല. അങ്ങ് സ്വർഗത്തിൽ നമ്മൾ എത്തുവോളം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ കാര്യങ്ങളാണ് പറയുന്നത്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമുക്ക് ബൈബിൾ സ്റ്റഡി ഉണ്ട്. പങ്കെടുക്കാൻ സാധിക്കുന്നവരെല്ലാവരും പങ്കെടുക്കണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യമാണ് നമ്മളിന്ന് വായിക്കാൻ പോകുന്നത്. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4:5. ശ്രദ്ധയോടെ കേൾക്കണേ. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങളാണ് ഈ ഒരു വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്നത്. ഇതിൻ്റെ തൊട്ട മേളത്തെ വാക്യത്തിൽ പറഞ്ഞ് സന്തോഷിപ്പിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പറയുക, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. ആമേൻ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. അപ്പം നമ്മളെക്കുറിച്ച് സകലരും അറിയട്ടെ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ പരിശുദ്ധാത്മാവ്. ഇത് സിമ്പിൾ മെസ്സേജാണ്, പെട്ടെന്ന് തീരും. ആമേൻ, ആമേൻ. ഇത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തെ, ആമേൻ, സ്വർഗീയ അനുഗ്രഹത്തെ ആകർഷിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഇതിനെ ഒരു മെസ്സേജാക്കി തന്നെ പറയണമെന്ന് ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചത്. അപ്പം ഇത് സൗമ്യത, നമ്മുടെ ജീവിതത്തിൽ സൗമ്യത എന്ന് പറയുന്നത് ആമേൻ, അല്ലെങ്കിൽ കോപമില്ലാത്ത അനുഭവം ദൈവമക്കളുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കേണ്ട ഒരു കാര്യമാണ്. ആമേൻ. അതായത് സൗമ്യത. ഇനി അതിൻ്റെ കൂടെ ഇങ്ങനൊരു ഒരു എക്സ്പ്ലനേഷൻ പറയാം. കോപം ഇല്ലാത്ത അനുഭവം. ആമേൻ. എന്തായിരിക്കണം? അത് നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കണം. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കണം. സൗമ്യത നമ്മുടെ മുഖമുദ്രയായിരിക്കണം. അത് ദൈവമക്കൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അതായത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ വികാരങ്ങളും വിചാരങ്ങളും എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ
അധീനതയിൽ വരുന്ന ഒരനുഭവമാണ് സൗമ്യത എന്ന് പറയുന്നത്. നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നമ്മുടെ നിയന്ത്രണം വിട്ടുപോകാതെ നമ്മൾ സൗമ്യതയോടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരനുഭവത്തെയാണ് എന്തു പറയുന്നത്? ഹല്ലേലൂയ, സ്തോത്രം. കാര്യങ്ങളെ സൗമ്യതയോടെ കൈകാര്യം ചെയ്യുന്നു. അതായത് കോപമില്ല, എന്ത് കണ്ടാലും നമ്മൾ കോപിക്കാതെ സൗമ്യമായി ഇടപെടുന്ന ഒരു രീതി. പ്രിയപ്പെട്ടവരെ, കോപമെന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നുള്ളതല്ല. നമുക്ക് യേശുക്രിസ്തു കോപിച്ച ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ എപ്പോഴും ഈ കോപമുണ്ടല്ലോ, ഈ സൗമ്യതയില്ലാത്ത സ്വഭാവം, പെട്ടെന്ന് കയറി ടെമ്പറാകുക, ചൂടാകുക, ദേഷ്യപ്പെടുക, മറ്റുള്ളവരെ ഉപദ്രവിക്കുവാൻ ചെല്ലുക, മറ്റുള്ളവരോട് കോപത്തോടെ സംസാരിക്കുക, അത് ദൈവീകമല്ല. അത് കുഞ്ഞുങ്ങളായാലും പ്രായമുള്ളവരായാലും അത് ദൈവീകമല്ല. ദൈവമക്കളുടെ ജീവിതത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് സൗമ്യതയാണ്. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാകണം? സൗമ്യതയുണ്ടാകണം. അത് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം. അപ്പം ഇന്ന് പ്രഭാതത്തിൽ ദൈവാത്മാവ് നമ്മളെ ഓർപ്പിക്കുക, നമ്മുടെ എല്ലാ വികാരങ്ങളും ദൈവാത്മാവിൻ്റെ കൺട്രോളിലായിരിക്കണം. അപ്പം ചിലർ പറയുന്നത് എനിക്ക് കോപം കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അത് ദൈവത്തിൽ നിന്നുള്ളതല്ല. നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ എന്നിൽ നിന്ന് കോപത്തിൻ്റെ സ്പിരിറ്റിനെ എടുത്ത് ദൂരെ കളയാൻ പറയും. എന്നിട്ട് നമ്മൾ തന്നെ അതിനെ ഭർഷിക്കണം. എന്നിട്ട് നമ്മൾ തീരുമാനിക്കണം. കോപം ചില കുടുംബങ്ങളിൽ കണ്ടിട്ടില്ലേ, പെട്ടെന്ന് അങ്ങ് കോപം ഉണ്ടാകും. ചില കുടുംബങ്ങളിൽ പെട്ടെന്ന് കോപം ഉണ്ടാകും. ഭാര്യയും ഭർത്താവും അങ്ങ് വഴക്കാം. എന്തേലും പറഞ്ഞു, ഒന്ന് പറഞ്ഞു, രണ്ട് പറഞ്ഞു, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളാണ്. അപ്പം ഇതിനകത്ത് എളുപ്പം അതുപോലെ കണ്ടിട്ടുണ്ടോ, രാവിലെ ആരാധിക്കാൻ പോകുമ്പോൾ വണ്ടിക്കകത്തിരുന്ന് അടിയുണ്ടാക്കുക. ആമേൻ. അങ്ങോട്ട് പോകുന്ന വഴി ഒരാൾ ഇറങ്ങാൻ താമസിച്ച് കാണും, അല്ലെങ്കിൽ ഒരാൾ റെഡിയായി വണ്ടിക്കകത്ത് കയറാൻ താമസിച്ച് കാണും, അല്ലെങ്കിൽ ഒരാൾ റെഡിയായി വന്നപ്പോഴത്തേന് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പിള്ളേരുടെ കാര്യം പറയും. ഇതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടായി കോപിച്ച പള്ളിയിലോട്ട് ആരാധിക്കാൻ പോകും. ഇതൊന്നും ദൈവീകമല്ല, അതൊന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല. അവൻ കോപിപ്പാൻ പല കാരണങ്ങൾ നമ്മുടെ മുമ്പിൽ ദിവസവും വരും. പക്ഷെ അത് എല്ലാത്തിനും നമ്മൾ കോപിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളൊരു ദൈവവേദനയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും കോപിക്കാൻ പോകാൻ പാടില്ല. കോപിപ്പീൻ എന്നാൽ നിങ്ങൾ പാപം ചെയ്യരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അപ്പോഴത്തേനും നമ്മുടെ വായു വരുന്ന വാക്കുകളെല്ലാം നമ്മൾ വിളിച്ചു പറയും. നമ്മൾ അങ്ങോട്ട് പറയും, ഇങ്ങോട്ട് പറയും, അതെല്ലാം പറയും. അത് പറയുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ ഭവനത്തിനകത്തുനിന്ന് നമ്മളിൽ നിന്നും ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു പോവുക. പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മൾ ഉള്ള കാര്യങ്ങളെല്ലാം ദേഷ്യപ്പെട്ട് വേണ്ടാത്ത എല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിരുന്ന് കുറേ ദുഃഖിച്ചിട്ട് കാര്യമില്ല. അത് ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമാണോ ഓക്കെ. ഇത് നിരന്തര അനുഭവമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം അതിനകത്തുനിന്നൊരു ഡെലിവറൻസ് യേശുവിൻ്റെ നാമത്തിൽ പ്രാപിച്ചോണം. ഒരു കാര്യം എളുപ്പ വഴി പറയാം, രണ്ടുപേരും ഒന്നിച്ച് കോപിക്കരുത്. ഭാര്യയും ഭർത്താവോട് കോപിക്കരുത്, അപ്പനും മക്കളോട് കോപിക്കരുത്. അവൻ മറ്റുള്ളവരോട് ഒരാൾ നമ്മളോട് കോപിച്ച് വരുമ്പോൾ ഇപ്പോഴേ ഓർത്തോണം, നമ്മളങ്ങ് മിണ്ടാതിരുന്നേക്കണം. ഒരു സോറി പറഞ്ഞ് നമ്മൾ അത് ഒഴിവാക്കിയ നമ്മൾ ആ ജ്ഞാനമുള്ളവർ. ദൈവത്തിൻ്റെ ജ്ഞാനം അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അവൻ നമ്മൾ രണ്ടുപേര് തമ്മിൽ വഴക്ക് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോപിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ആ വാക്കുകൾ അനാവശ്യ വാക്കുകൾ വരും. അനാവശ്യ വാക്കുകൾ വരുമ്പോൾ അവസാനം അത് പാപമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരാൾ എപ്പോഴും തീരുമാനിച്ചേക്കണം, നിങ്ങൾ അങ്ങ് തീരുമാനിച്ചേക്കണം. വേറൊരാൾ തീരുമാനിക്കാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട. ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന ഞാനും നിങ്ങളും ഒരു തീരുമാനം എടുക്കുക. ആര് കോപിച്ചാലും ഞാൻ കോപിക്കത്തില്ല. ആര് കോപിച്ചാലും ഞാൻ കോപിക്കത്തില്ല. പാസ്റ്റർ കോപിച്ചാലും, പള്ളിലച്ചൻ കോപിച്ചാലും, കമ്മിറ്റിക്കാർ കോപിച്ചാലും, ഭാര്യകൾ കോപിച്ചാലും, ഭർത്താവ് കോപിച്ചാലും, സാറ് കോപിച്ചാലും, അയൽവാസി കോപിച്ചാലും ഞാൻ തിരിച്ചു കോപിക്കത്തില്ല. കാരണം എന്നെ വിളിച്ചത് സൗമ്യതയുള്ള ജീവിതം നയിക്കുവാനാണ്. എൻ്റെ ഉള്ളിൽ വേണ്ടുന്ന ക്വാളിറ്റി സൗമ്യതയാണ്. അപ്പം ആര് കോപിച്ചാലും ഞാൻ എന്ത് ചെയ്യത്തില്ല? ഞാൻ കോപിക്കത്തില്ല. ഇതൊരു തീരുമാനമാകണം. നമ്മുടെ ഉള്ളിൽ നിന്നൊരു തീരുമാനമെടുക്കണം. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ അങ്ങനെ കോപിക്കാതിരിക്കുമ്പോൾ ദൈവം നമ്മളിൽ പ്രസാദിക്കുക. സ്തോത്രം. ദൈവത്തിൻ്റെ ദൂതന്മാർ നമ്മളോടുകൂടെ കൂടുതൽ സഹവാസം ചെയ്യാൻ ഇടവരും. ഹല്ലേലൂയ. ഒരു വീടിനകത്ത് അലോഹ്യം നടക്കുമ്പോൾ എന്താ പറ്റുന്നറിയാമോ? അവിടെ ദൂതനല്ല, ദൈവത്തിൻ്റെ ദൂതനല്ല ഇറങ്ങുന്നത്, പിശാചിൻ്റെ ദൂതനാണ്. ഞാനിങ്ങനെ കുഞ്ഞുങ്ങളോട് പറയും, പിള്ളേരെ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോൾ വഴിയെ പോകുന്ന പിശാചൂടെ അകത്തോട്ട് കയറി നോക്കും. ഇവിടെ നമുക്ക് പറ്റിയ സ്ഥലമാണല്ലോ എന്ന് പറഞ്ഞ് കയറി വരാനിട വരും. എന്നാൽ നമ്മൾ ഇന്നലെ വായിച്ച ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്നുള്ള വാക്യത്തിന് തൊട്ടുപോളി പറഞ്ഞിരിക്കുന്നത് സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പം ഒരാൾ വഴക്കിന് വരുമ്പം നമ്മൾ മൗനമായി, ഒരുപക്ഷെ നമ്മൾ മനുഷ്യൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ളവരുടെ മുമ്പിൽ അയ്യോ ഇവനൊരു പാവമാണല്ലോ, മണ്ടനാണല്ലോ എന്നൊക്കെ തോന്നും. നോ പ്രോബ്ലം. കർത്താവ് നമ്മളിൽ പ്രസാദിക്കും. ദൈവത്തിൻ്റെ ദൂതന്മാർ നമ്മളുടെ കൂടെ സഹവാസം ചെയ്യും. എന്തിനു വേണം? പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് നമ്മളിൽ ഇറങ്ങി വന്ന് വസിക്കും. ഹല്ലേലൂയ. ആ ഒരു അനുഭവം സൗമ്യത കാണിക്കണം. എവിടെയാണെങ്കിലും സൗമ്യത കാണിക്കണം. എടുത്തു ചാടരുത്. സൗമ്യത ദൈവത്തിൽ നിന്നുള്ളതാണ്. അത് നമ്മളിൽ ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ എവിടെ നിന്ന് ജനിച്ചവരാ? നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവർ. അപ്പം നമ്മളിൽ ദൈവത്തിൻ്റെ സ്വഭാവം വെളിപ്പെടണം. അതെന്താ? സൗമ്യത. നിങ്ങൾക്കറിയാമോ, സൗമ്യതയുണ്ടോ
ആമേൻ അനുഗ്രഹത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ പറ്റും. സൗമ്യതയുണ്ടോ? അനുഗ്രഹത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക്, സ്വർഗീയ അനുഗ്രഹത്തെ നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിനകത്തേക്ക്, നിങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് വിളിച്ചു വരുത്തുക ചെയ്ത്. ഞാൻ പറഞ്ഞു മറക്കല്ലേ, ഒരാൾ മിണ്ടാതിരുന്നാൽ പ്രശ്നം അങ്ങ് തീരും. നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ നമുക്ക് ആദ്യം ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ട്. അയ്യോ, ഞാൻ അവരത്രയും പറഞ്ഞിട്ട് ഞാനൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. നോ, നിങ്ങൾ പറയാതിരുന്നത് നിങ്ങൾക്ക് പറയാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല, നിങ്ങൾക്ക് പറയാൻ കഴിയാഞ്ഞിട്ടുമല്ല. പിന്നെയോ, നിങ്ങൾ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ ദൈവവചനത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങൾ മിണ്ടാതിരുന്നു. ഇതിനാ ബ്രദറെ പ്രതിഫലമുണ്ട്. ബലഹീനനായിട്ട് മിണ്ടാതിരിക്കുന്നതും എനിക്ക് കഴിവുകൊണ്ട് പറയാൻ, പക്ഷെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ മിണ്ടത്തില്ല. അങ്ങനെ പറയുമ്പോൾ എന്തു പറ്റും? ദൈവിക അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഡബിൾ ആകാൻ ഇടവരും. സങ്കീർത്തനങ്ങൾ 119 സങ്കീർത്തനങ്ങൾ 119 സാംസ്, അതിനകത്ത് 166 ഭാഗം 166 അവിടെ ഇങ്ങനെ പറഞ്ഞു, നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്. കണ്ടോ, ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ സ്നേഹിക്കുന്നവർക്ക് ഇങ്ങോട്ട് നോക്കി, നമ്മളോട് ഒരാൾ കോപിച്ചു വരുമ്പോൾ നമ്മൾ സൗമ്യതയോടെ മാറുമ്പം അന്നേരം നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ട് വരും. പക്ഷേ ഇത് മഹാസമാധാനത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. ഇത് മഹാസമാധാനത്തിലേക്ക് നയിക്കും. നമുക്ക് ദൈവം ഇങ്ങോട്ട് നോക്കി, നമ്മൾ ദൈവസന്നിധി ചെന്നിരിക്കുമ്പോൾ നമുക്ക് എന്നും പ്രാഗൽഭ്യം ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, അതാണ് നമുക്ക് എപ്പോഴും ആവശ്യം. ആമേൻ, ആമേൻ. ആരെന്നാ പറഞ്ഞാലും ദൈവവേദനെ നിങ്ങൾ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്നറിഞ്ഞുകൊള്ളുവിൻ. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്നറിഞ്ഞുകൊള്ളു. കർത്താവ് അവരെ കൊണ്ട് നമ്മളോട് ക്ഷമ പറയിപ്പിക്കാൻ കർത്താവിന് കഴിയും. അവർക്ക് കുറ്റബോധം വരുത്തുവാൻ കർത്താവിന് കഴിയും. അവരോട് സംസാരിക്കുവാൻ കർത്താവിന് കഴിയും. സോ നമ്മൾ എന്ത് ചെയ്യണം? ആര് കോപിച്ചാലും നമ്മൾ തിരിച്ചു കോപിക്കരുത്. ഇന്ന് പകൽക്കാലം ഒരു തീരുമാനമുണ്ട്. 2 പേര് കോപിക്കുമ്പോഴാണ്, അവൻ നമ്മൾ പറയുന്നത് 2 കൈ തമ്മിൽ അടിക്കുമ്പോഴേ ശബ്ദം കേൾക്കത്തുള്ളൂ. ഇതുപോലെ ഒരാൾ മിണ്ടാതിരിക്കാമെങ്കിൽ വീടിനകത്തെ കോപം വഴക്ക് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ട് സഹോദരി, ഇന്നൊരു തീരുമാനം എടുക്കുക. സഹോദര, ഇന്നൊരു തീരുമാനം എടുക്കുക. ഞാൻ കോപിക്കത്തില്ല, ഞാൻ മിണ്ടാതിരിക്കും. അമ്മൻ. അങ്ങനെ വരുമ്പോൾ എന്തുവരും? സമാധാനം നിങ്ങളുടെ ഭവനത്തിനകത്ത് വരും. ദൈവം നിങ്ങളെ വിളിക്കും സമാധാനം ഉണ്ടാക്കുന്നു. ഇവനാരാ? ഇവൻ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന പേര് വരും. അപ്പോൾ അലോഹ്യം ഉണ്ടാക്കുന്നവരാരാ? വഴക്കുണ്ടാക്കുന്നവരാരാ? അവർ പിശാചിൻ്റെ പുത്രന്മാരായി മാറുക. നമ്മൾ ആരുടെ മക്കളാണ്? നമ്മൾ ഉയരത്തിൽ നിന്ന് ജനിച്ചവരാ, ദൈവത്തിൽ നിന്ന് ജനിച്ചവർ. നമ്മൾ എന്ത് ചെയ്യണം? എവിടെയും സമാധാനം. 2 പേര് തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് നമ്മൾ പോയി ഈ കൂട്ടി കൊടുക്കരുത്. നമ്മൾ നാടൻ ഭാഷ പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ പുകയുന്നിടത്തോട് കുന്തിരിക്ക വിട്ട് കൊടുക്കരുത്. വഴക്കുണ്ടാക്കിക്കോട്ടെ. നോ, നമ്മുടെ ഉത്തരവാദിത്വം അവിടെ സമാധാനം ഉണ്ടാക്കാൻ പോകണം. സ്വസ്ഥത അവരുടെ ഇടയിൽ വ്യാപരിപ്പിക്കണം. അത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്വം. അത് ദൈവിക ക്വാളിറ്റിയാണ്, ദൈവിക സ്വഭാവമാണ്. അതാരിൽ നിന്ന് വരുന്നു? അത് ദൈവമക്കളിൽ നിന്ന് വേണം വരാൻ. ആമേൻ, സ്തോത്രം. അപ്പം നിന്റെ ന്യായപ്രമാണത്തെ പ്രിയമുള്ളവർക്ക് എന്തുണ്ട്? അതാ ദൈവത്തിൻ്റെ ന്യായപ്രമാണം, വചനമാണ് പറഞ്ഞു. നിങ്ങൾ കോപിപ്പീൻ, പാപം ചെയ്യരുത്, മിണ്ടാതിരിപ്പീൻ, കിടക്കമേൻ മൗനമായി കിടക്കാനാണ് പറഞ്ഞു. നമ്മൾ വഴക്കുണ്ടാക്കാൻ പോകരുത്. നമ്മൾ സൗമ്യനായിരിക്കും. നമ്മളെ കാണുന്നവർ പറയട്ടെ, ഇവനിൽ ദൈവത്തിൻ്റെ ക്വാളിറ്റി ആകുന്ന സൗമ്യതയുണ്ട്. ഒരു വാക്യം കൊണ്ട് വായിക്കാം. സഭാപ്രസംഗിയുടെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയും, നിന്റെ മനസ്സിൽ അത്ര വേഗം നീരസമുണ്ടാകും. എന്ന് വെച്ചാൽ ആമേൻ, അവിടെ പറയുന്ന നീരസം എന്ന് പറഞ്ഞാൽ ആംഗ്രി. വേഗത്തിൽ എന്തുണ്ടാവില്ല? കോപം ഉണ്ടാവില്ല. പെട്ടെന്ന് ഈ മുൻകോപം, മുൻശുണ്ടി, ഇതൊന്നും കർത്താവിൻ്റെ അല്ല കേട്ടോ. എന്നാ കേട്ടോ, ഓട്ടനെ എടുത്ത് ചാടുക. ചിലരൊക്കെ ഉണ്ട് ഭയങ്കര സ്വതന്ത്രവും ഹല്ലേലൂയായും പ്രാർത്ഥനയൊക്കെയാണ്. പക്ഷേ വഴക്കുണ്ടാക്കുമ്പോൾ പറയുന്ന വാക്കുകൾ കേട്ടാൽ ഞെട്ടിപ്പോ. ഞാൻ കേട്ടിട്ടുണ്ട്, ഞെട്ടിപ്പോ. അപ്പം അങ്ങനെ ആകരുത്. അവൻ വഴക്കുണ്ടാക്കാൻ, ഇപ്പം ഈ ഹല്ലേലൂയ സ്തോത്രം പറയുന്ന അതേ നാക്കുകൊണ്ട് ഈ വഴക്കുണ്ടാക്കുമ്പോൾ എന്തൊക്കെയാണ് ഓരോരുത്തരൊക്കെ പറയുന്നത്. അങ്ങനെ ആകരുത്. അത് തന്നെയല്ല, ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് കയറി കോപിക്കരുത്. അതൊക്കെ ഒരു ദൈവിക ജ്ഞാനമാണ്. പെട്ടെന്ന് കയറി കോപിക്കരുത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഓട്ടനെ മറുപടി പറയരുത്. കടിച്ചു പിടിച്ച് നിൽക്കണം, മിണ്ടാതിരുന്നേക്കണം, മറുപടി പറയും. ഇത് കാരണം ഞാൻ എന്താ ഓപ്പറേറ്റ് ചെയ്യുന്നത്? ദൈവത്തിൻ്റെ നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ അങ്ങയുടെ ജ്ഞാനം എനിക്ക് തരണമേ, അങ്ങയുടെ ജ്ഞാനം എനിക്ക് തരണം. ഇതാ ദൈവത്തിൻ്റെ ജ്ഞാനം. ദൈവം പറഞ്ഞു തരിക. ഇന്ന് പ്രഭാതി പറയുക, അത്ര വേഗമൊന്നും നിങ്ങളുടെ ഉള്ളിൽ നീരസം, കോപം, ആംഗ്രി ഉണ്ടാകരുത്. അത് ദൈവത്തിൻ്റെ ജ്ഞാനം. ആരെങ്കിലും കോപിക്കാൻ വരുമ്പോഴേ ഓർത്തോണം, ഇനി ദൈവത്തിൻ്റെ ജ്ഞാനമുണ്ട്. ഞാൻ മിണ്ടത്തില്ല, ഞാൻ കോപിക്കത്തില്ല. കാരണം അത് ദൈവത്തിൻ്റെ ജ്ഞാനം. അടുത്ത ഭാഗം കണ്ടോണേ. മൂഢന്മാരുടെ മാർവിൽ അല്ലോ നീരസം വസിക്കുന്നത്. അപ്പം ഈ പെട്ടെന്ന് കോപിക്കുന്ന ആരാ? മണ്ടന്മാരാ. ദൈവത്തിൻ്റെ ജ്ഞാനമുള്ളവർ പെട്ടെന്ന് ഇപ്പം നമ്മൾ പറയും, എൻ്റെ പൊന്നു ബ്രദറെ, ആ പുള്ളിക്ക് എന്നാ തൻ്റെ ഇടം വന്നറിയും, പെട്ടെന്ന് ദേഷ്യപ്പെടും. അവനെ സൂക്ഷിക്കണം. അത് മനുഷ്യൻ്റെ മുമ്പിലാണ്. പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ പെട്ടെന്ന് കോപിക്കുന്നവനാരാ? മണ്ടന, ഫൂൾ എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഫൂളാകാൻ പോകരുത്. ദൈവം മുമ്പാകെ നമ്മൾ മണ്ടന്മാരാകരുത്. സ്തോത്രം. മനുഷ്യൻ്റെ മുമ്പിൽ മണ്ടനായാലും ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ ജ്ഞാനം ഓപ്പറേറ്റ് ചെയ്യണം. ദൈവത്തിൻ്റെ ജ്ഞാനം ഓപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മൾ പറയും ഷഡോമോനെ പോലും ജ്ഞാനം തരണേ. എന്തുവാ ഈ പറഞ്ഞ വചനം? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ആരായി മാറും? നമ്മൾ ബുദ്ധിമാന്മാരായി മാറും. സങ്കീർത്തനക്കാരൻ പറയുന്നത്, നിൻ്റെ വചനം എൻ്റെ ഗുരുക്കന്മാരെക്കാൾ ജ്ഞാനമുള്ളവനാക്കി മാറ്റുമെന്ന് പറയുന്ന പോലെ. അപ്പം മൂഢന്മാർ എന്ത് ചെയ്യും? പെട്ടെന്ന് ദേഷ്യപ്പെടും.
മൂഢന്മാരെന്ത് ചെയ്യും? പെട്ടെന്ന് അലോഹ്യമുണ്ടാക്കും, വഴക്കുണ്ടാക്കും. എന്നാൽ അവൻ ദൈവത്തിൻ്റെ ജ്ഞാനമുള്ളവരുണ്ട്, അവർ പെട്ടെന്ന് കോപിക്കത്തില്ല, അവരും ഉണ്ടാതിരിക്കും. അവർക്കറിയാം കർത്താവ് പ്രവർത്തിച്ചോളൂ, അവർക്കറിയാം കർത്താവ് കൈകാര്യം ചെയ്യും. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? അവരും മിണ്ടാതിരിക്കും. ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, ഇതൊരു നമ്മുടെ തീരുമാനമായി മാറണം. എന്ത്? ഞാൻ സൗമ്യതയിലേ നടക്കത്തുള്ളൂ. എൻ്റെ പോളിസി സൗമ്യതയാണ്. കാരണം ഞാൻ ജനിച്ചത് ദൈവത്തിൽ നിന്ന്. ദൈവം സൗമ്യനാണ്. അവൻ ആത്മാവിൻ്റെ ക്വാളിറ്റിയാണ് സൗമ്യത. അതുകൊണ്ട് ഞാൻ ആരോടും കോപിക്കത്തില്ല, ഞാൻ സൗമ്യനായിട്ടിരിക്കും. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ മുൻകോപത്തിൻ്റെ സ്പിരിറ്റും ഭർസിക്കുക. അവൻ ഭവനത്തിനകത്ത് അലോഹ്യമുണ്ടാക്കുന്ന, അവൻ ആരാധനയ്ക്ക് പോകുമ്പോൾ വഴക്കുണ്ടാക്കുന്ന, അവൻ ജോലിസ്ഥലത്ത് വഴക്കുണ്ടാക്കുന്ന എല്ലാ കോപത്തിൻ്റെ ആത്മാവും യേശുവിൻ നാമത്തിൽ വിട്ടുപോട്ടെ. കുടുംബങ്ങൾക്കകത്ത്, ജോലി സ്ഥലത്ത്, അവൻ കൃഷിയിടങ്ങളിൽ, അവൻ വാഹനങ്ങൾക്കകത്തെല്ലാം ദൈവത്തിൻ്റെ സമാധാനം യേശുവിൻ്റെ നാമത്തിൽ ഡിക്ലെയർ ചെയ്യുന്നു. പ്രാർത്ഥന കേട്ട കൃപകൾക്ക് നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു 10 മിനിറ്റ് കൊണ്ട് തീരുമെന്ന്. 20 മിനിറ്റായി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വി ആർ ഷൈനിങ് ബൈ ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. ഗോഡ് ബ്ലസ് യു.